നടൻ സിദ്ദിഖ് ഒളിവിൽ എന്ന് സൂചന. സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് SIT ലുക്കൌട്ട് നോട്ടീസ് അയച്ചു. നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തേക്കും. ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. നടിയുടെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഏറി. ലൈംഗിക പീഡന കേസിൽ സിദ്ദിഖിനെ പ്രതിസന്ധിയിലാക്കുന്നു. ശക്തമായ കൂടുതൽ തെളിവുകളും സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. നടി ഉന്നയിച്ച ആരോപണങ്ങളും മൊഴികളും പീഡനം സാധൂകരിക്കുന്നതാണെന്നും അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. എന്നാൽ ആരോപണ വിധേയനായ മറ്റെല്ലാവർക്കും ജാമ്യം ലഭിക്കുമ്പോൾ സിദ്ദിഖിന് എന്തുകൊണ്ട് ജാമ്യം ലഭിച്ചില്ല എന്ന സംശയം കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് ജാമ്യം ലഭിക്കാതിരുന്നത് എന്നും സംശയിക്കുന്നു. തുടർ ഭരണമെന്ന ആദ്യ പരീക്ഷണം കേരളത്തിൽ വൻ പരാജയം. ജനങ്ങൾ പശ്ചാത്തപിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ജനങ്ങൾ പരീക്ഷണത്തിനായി ഇടതുപക്ഷത്തിന് തുടർഭരണം നൽകിയത് വൻ പരാജയമായെന്ന് വോട്ട് ചെയ്ത അധികാരത്തിൽ എത്തിച്ച ജനങ്ങൾ തന്നെ പശ്ചാത്തപിക്കുകയാണ്. കേരളത്തിൽ തുടർന്ന് മാറി മാറി ഭരണം നടന്നു വന്നിരുന്നത് വളരെ ശക്തിയാണെന്നും ശരിയാണെന്നും ഇപ്പോൾ അനുഭവിച്ച് മനസ്സിലാക്കിയെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. എക്കാലവും ഭൂരിഭാഗം ജനങ്ങളുടെ ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് അനുകൂലിച്ചു വന്നവർ പോലും ഈ ഭരണത്തോടുള്ള വെറുപ്പും മടുപ്പും പ്രകടമാക്കി വരികയാണ്. ഭരണം സർവ്വപരാജയമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇടത് അനുഭാവികളും പാർട്ടിക്കുള്ളിലും ഘടകകക്ഷികൾക്കിടയിലും കടുത്ത ഭിന്നാഭിപ്രായമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. CPM-ൽ ഉണ്ടായ അഭിപ്രായ ഭിന്നത പിണറായിയെ ഭയന്നാണ് രഹസ്യമായി ഒതുക്കി വയ്ക്കുന്നതെന്നാണ് അറിയുന്നത്. ഓരോ ഘട്ടത്തിലും അതൃപ്തിയുള്ളവർ അണിയറയിൽ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം കണ്ടുപിടിച്ച് പരാജയപ്പെടുത്താനുള്ള വിശ്വസ്ത ശൃംഖല മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിലും ഉണ്ട്. ആ ചക്രവ്യൂഹം മറികടക്കാൻ ഈ വിഭാഗീയത ഗ്രൂപ്പിന് കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായി കൂടെ നിന്നവർ പോലും കടുത്ത അതിർത്തിയിലാണ്. ഒരു വീഴ്ച കാത്തിരിക്കുകയാണ് അവർ. അത്തരത്തിലുള്ള ഗൂഢനീക്കങ്ങൾ മുഖ്യമന്ത്രിക്കും കൃത്യമായി അറിയും. മുഖ്യമന്ത്രി മോദിയുമായി രഹസ്യധാരണ തുടരുന്നു എന്ന് തന്നെയാണ് LDF-ലുള്ള ഘടകകക്ഷികളും പാർട്ടി ഗ്രൂപ്പുകളും വിശ്വസിക്കുന്നത്. റിപ്പോർട്ടിൽ DGPക്ക് പോലും എതിർപ്പ്. പൂരം കലക്കാൻ മുഖ്യമന്ത്രിയും അജിത് കുമാറും സംശയത്തിന്റെ നിഴലിലെന്ന് CPI പ്രവർത്തകർ. തൃശൂർ പൂരത്തിന് വർഷങ്ങളായി ഒരു കൂട്ടി ക്രമീകരണങ്ങളിൽ ഇക്കുറി ADGP MR അജിത് കുമാറിന് രഹസ്യ ഇടപെടൽ ഉണ്ടായി ചില മാറ്റങ്ങൾ വരുത്തിയതായി വിവരം പുറത്തു വരികയാണ്. പൂരസ്ഥലത്ത് പതിവിന് വിപരീതമായി നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ ഈ മാറ്റങ്ങൾ കൊണ്ട് കഴിഞ്ഞതായും പോലീസ് സേന അജിത് കുമാറിന്റെ ഈ നീക്കങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചതായും ഇതിന്റെ എല്ലാം ഭാഗമായാണ് കമ്മീഷണറുടെ തലയിൽ കുറ്റം ചുമത്തി റിപ്പോർട്ട് നൽകി മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നത്. അങ്കിത് അശോകൻ ഭയന്നാണ് മറിച്ചൊന്നും പറയാതിരുന്നത്. സംരക്ഷണം അദ്ദേഹത്തിന് ഉറപ്പാക്കിയെന്നുമാണ് പരാതികൾ വ്യാപകമാകുന്നത്. പൂരത്തിന് 3 ദിവസം മുൻപ് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. മാറ്റങ്ങൾ നിർദ്ദേശിച്ചതായും ആ യോഗത്തിലാണ് ഇത്തരം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പോലീസുകാർക്കും മനസ്സിലായത്. പൂരം കലക്കാൻ കാരണമായതും ഈ യോഗമാണെന്നും ദേവസ്വവും ജനങ്ങളും പൂരപ്രേമികളും രാഷ്ട്രീയ പ്രവർത്തകരും ഉറച്ചു വിശ്വസിക്കുന്നു. LDF സ്ഥാനാർത്ഥിയും അതുതന്നെയാണ് വിശ്വസിക്കുന്നത്. പൂരം താറുമാറായെന്ന് ഉറപ്പാക്കിയ ADGP ഫോൺ ഓഫാക്കി വയ്ക്കുകയായിരുന്നു അന്ന് കാലത്ത്. അന്വേഷണ റിപ്പോർട്ടിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഇതും സംശയത്തിന് ഇടയാക്കുന്നു. തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അഴീക്കോട് രാഘവൻ രക്തസാക്ഷിത്വ വാർഷിക ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി റിപ്പോർട്ട് DGPയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. നാളെ തിരുവനന്തപുരത്ത് എത്തി റിപ്പോർട്ട് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പല പ്രചാരണ വേലകളും ഇവിടെ നടക്കുന്നുണ്ട്. റിപ്പോർട്ട് കാണട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ സംഭവം വലിയ വിവാദത്തിന് തിരികൊളുത്തുമെന്ന് തന്നെയാണ് ജനങ്ങൾ കണക്കുകൂട്ടുന്നത്. കേരള സമൂഹം അതുതന്നെയാണ് വിശ്വസിക്കുന്നത്. മോദിയും പിണറായിയും തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണ് പൂരം കലക്കാൻ അജിത് കുമാറും കൂട്ടുനിന്നതെന്നാണ് പറയുന്നത്.
വിനോദസഞ്ചാരികളുടെ തള്ളിക്കയറ്റവും നാട്ടുകാരുടെ പ്രതിഷേധവും. ടൂറിസം തള്ളിക്കയറ്റം രാജ്യങ്ങൾക്ക് വൻ നേട്ടമാകുമ്പോൾ ട്രാവൽസിന് സുവർണകാലം. കൊള്ളയടിക്കുന്നതായും വ്യാപക പരാതി. ടൂറിസ്റ്റുകളുടെ തള്ളിക്കയറ്റം. ലോകവ്യാപകമായി ടൂറിസ്റ്റുകൾക്കെതിരെ പൊതുജന വികാരവും ശക്തമാകുന്നു. 15,000 പേർ മാത്രം ജനസംഖ്യയുള്ള ഒരിടത്ത് 34 ലക്ഷം പേരിലധികം പേർ വിനോദ സഞ്ചാരത്തിനായി എത്തുന്നത് നാട്ടുകാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. മദ്യവർജനം പറഞ്ഞ് മുക്കിലും മൂലയിലും മദ്യം സുലഭം. ആംസ്റ്റർഡാമിൽ കഞ്ചാവ് വിലക്കി സർക്കാർ. പല രാജ്യങ്ങളും ടൂറിസ്റ്റുകളെ കർശനമായി നിയന്ത്രിക്കുമ്പോൾ കേരളത്തിൽ അധികം വൈകാതെ ഈ രീതിയിൽ തുടർന്നാൽ ടൂറിസ്റ്റുകളോട് ജനങ്ങൾ മുഖം തിരിച്ച് എതിർപ്പുണ്ടാകാൻ സാധ്യത തെളിയുന്നതായും പറയുന്നു. ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ട്രാവലുകളും അതിൽ പ്രവർത്തിക്കുന്നവരും ഉദ്യോഗസ്ഥരും പല രാജ്യങ്ങളും നിലനിൽക്കുന്നത് ടൂറിസം കൊണ്ട് മാത്രമാണെന്നും ടൂറിസത്തിനെ ആശ്രയിച്ചാണ് അവരെല്ലാം നിലകൊള്ളുന്നത്. എന്നാൽ കോവിഡിന് ശേഷം ടൂറിസം ഉണർന്നു പ്രവർത്തിക്കുന്ന സാഹചര്യം മുതലെടുത്ത് ജനങ്ങളെ പിഴിഞ്ഞ് അമിത ലാഭം ഈടാക്കി വരുന്നതായും ടൂറിസ്റ്റുകളെ കൊള്ളയടിക്കുന്നതായും വ്യാപക പരാതികൾ ഉയരുന്നു. എല്ലാ വിഭാഗം ആളുകളും വൻതോതിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലടക്കം ടൂറിസ്റ്റ് പോകുന്നതായും ഈ മേഖല വൻ പുരോഗതിയിലാണ്. ടൂറിസം ജനങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി മുഖ്യ പങ്ക് വഹിക്കുന്നതായാണ് അറിയുന്നത്. ആ സാഹചര്യത്തിലാണ് ചില ട്രാവൽസുകൾ വൻ തുകകൾ ഈടാക്കി ടൂറിസ്റ്റുകളെ കൊള്ളയടിക്കുന്നു. വിദേശങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ തുകയാണ് സ്വന്തം രാജ്യത്ത് പോകാൻ ഇവർ ഈടാക്കി വരുന്നത്. ആരോപണം വ്യാപകമാണ്. ഇതിന് കേന്ദ്ര നിയന്ത്രണം ഉണ്ടാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിലെ ഗ്രാമവികസനം വൻ കുതിപ്പിലാണ്. ഗ്രാമം അഭിയാൻ പദ്ധതിയിലേക്ക് മന ഗ്രാമത്തെ തിരഞ്ഞെടുത്തു. ഉത്തരാഖണ്ഡിലാണ് മന ഗ്രാമമെങ്കിലും ഭാരതീയർ ഒട്ടാകെ പ്രിയവും അഭിമാനവുമായിരിക്കുകയാണ് ഈ കൊച്ചു ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമായാണ് മന അറിയപ്പെടുന്നത്. ചൈനീസ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചമോലി ജില്ലയിലാണ് മന ഗ്രാമമുള്ളത്. പ്രധാനമന്ത്രി ജൻ ജാതിയാൻ പദ്ധതിയിലേക്ക് മന ഗ്രാമത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ബൂട്ടിയ എന്ന ഗോത്രവംശക്കാരാണ് ചമോലിയിലെ മന നിധി താഴ്വരകളിൽ നൂറ്റാണ്ടുകളായി താമസിക്കുന്നത്. വനവാസി സമൂഹങ്ങളുടെ ഉന്നമനത്തിനും സാമൂഹിക പുരോഗതിക്കും ലക്ഷ്യമിട്ടുള്ള കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണിത്. രാജ്യത്തെ 63,000-ത്തിലധികം വനവാസികളുടെ മുഖച്ഛായ മാറ്റാനാവുമെന്നാണ് കരുതുന്നത്. 79,150 കോടി രൂപയാണ് കേന്ദ്രം ഇതിനു വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്.